സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അമ്മ. ഇങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഭയവും വെറുപ്പും തോന്നാറുണ്ടല്ലേ. ഇങ്ങനെ സ്വന്തം കുടുംബവും നാട്ടുകാരുമെല്ലാം വെറുപ്പോടെ കണ്ട് പിന്നീട് മലയാളികൾ ചേർത്തു നിർത്തിയ ഒരു യുവതിയുണ്ട്. കൊല്ലം കുണ്ടറയിലെ ദിവ്യ ജോണി. 3.5 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ യുവതിയുടെ കഥ കണ്ണീരോടെയാണ് നമ്മൾ കേട്ടത്. പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയെ തുടർന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. അവളുടെ ജീവിത കഥ വാർത്തകളിലൂടെ പുറംലോകമറിഞ്ഞതോടെ എല്ലാവരും സഹതാപത്തോടെയാണ് ദിവ്യയെ കണ്ടത്. ജീവിതത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ട യുവതി പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു. പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് അവൾ ജീവനൊടുക്കിയത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ. അങ്ങനെയാണ് കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞത്. ഒരിക്കൽ വെറുപ്പോടെ കണ്ട യുവതിയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയത് അവളുടെ ജീവിത കഥ കേട്ടാണ്. പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലാണ് 3.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദിവ്യ ഇല്ലാതാക്കിയത്. അതിനുശേഷം താളം തെറ്റിയ അവളുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് എന്താണ്? കണ്ണൂർ സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച ദിവ്യ ജീവിതം സ്വയം അവസാനിപ്പിച്ചിരിക്കുന്നു. ആത്മഹത്യാ പ്രവണത പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്ന യുവതിക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പഠിക്കാൻ മിടുക്കിയായിരുന്ന പെൺകുട്ടി ഏറെ പ്രതീക്ഷകളുമായി താൻ തന്നെ തെരഞ്ഞെടുത്ത ഒരാൾക്കൊപ്പമുള്ള വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നാൽ പ്രതീക്ഷകൾക്കൊത്തുള്ള ജീവിതമായിരുന്നില്ല ദിവ്യയെ കാത്തിരുന്നത്. വൈകാരികമായ ഒറ്റപ്പെടലും അവഗണനയും ദിവ്യയെ പലവട്ടം മുറിപ്പെടുത്തി. ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷാപൂർവം തന്നെ കാത്തിരുന്നു. എന്നാൽ സിസേറിയന്റെ വേദനയോടെ തിരിച്ച് ഭർതൃഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ എതിരേറ്റതും വീണ്ടും പഴയ അവഗണന തന്നെ. ശാരീരികവും മാനസികവുമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയും ദിവ്യയെ പതിയെ മനോരോഗിയാക്കി മാറ്റി. ജീവിതത്തോടുള്ള നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ആ ശപിക്കപ്പെട്ട ദിവസം സ്വന്തം കുഞ്ഞിനെ അവൾ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവത്തെക്കുറിച്ച് അവൾ പുറം ലോകത്തോട് പറഞ്ഞത്. പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. മാനസിക രോഗത്തിന് തുടർന്നും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന ദിവ്യ പലപ്പോഴും ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ചിരുന്നു. അവളുടെ ദുരിത കഥ കേട്ടാണ് കണ്ണൂർ സ്വദേശിയായ യുവാവ് ദിവ്യയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ ആലക്കോട്ടെ ഭർത്തൃ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന യുവതി ജീവനൊടുക്കിയിരിക്കുന്നു. എന്താണതിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല. ആലക്കോട് പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. സമൂഹത്തിലേറെ ആദരിക്കപ്പെടുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. എന്നാൽ ഇക്കാലത്ത് അവർക്കിടയിൽ പോലും അവമതിപ്പുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. രോഗാവസ്ഥയിൽ ആശുപത്രിയിലെത്തുന്ന യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയെ പീഡിപ്പിച്ചത് ഒരു ഡോക്ടറാണ്. എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ പരാതി. ചികിത്സയ്ക്കിടെ യുവതിയെ ഡോക്ടർ കടന്നു പിടിച്ചെന്നും ചുംബിച്ചെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ഡോക്ടർ പി രാംകുമാറിനെതിരെ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തു.
തീയതി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതായിരുന്നു 35-കാരിയായ യുവതി. അതിനിടെ ഡോക്ടർ രാംകുമാർ യുവതിയെ കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഇതേക്കുറിച്ച് യുവതി അന്നു തന്നെ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു. പിന്നീടാണ് ചേരാനെല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ വട്ടം കെട്ടിപ്പിടിച്ച് ബലമായി ചുംബിക്കാൻ ശ്രമിച്ചതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേരാനെല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലൈംഗിക അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഡോക്ടർ രാംകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഡോക്ടർ ഒളിവിൽ പോയെന്നാണ് സൂചന. അറസ്റ്റ് ഒഴിവാക്കാൻ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം. അതേസമയം പോലീസ് കേസെടുത്തതിനെ തുടർന്ന് അന്വേഷണം കഴിയുന്നതുവരെ ഡോക്ടർ രാംകുമാർ ആശുപത്രിയിൽ നിന്നും സ്വമേധയാ മാറി നിൽക്കുകയാണെന്ന് അറിയിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. ഡോക്ടർക്കെതിരെ മുൻപും സമാനമായ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വർക്കലയിലെ 7-12 വയസ്സുള്ള കുട്ടികൾക്ക് അച്ഛനെക്കുറിച്ച് കേട്ടാൽ തന്നെ പേടിയാണ്. മദ്യലേഹത്തിലെത്തുന്ന രാജേന്ദ്രൻ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് മടുത്ത് ഭാര്യ രേഷ്മ കുഞ്ഞുങ്ങളെയും കുട്ടി സ്വന്തം വീട്ടിലേക്ക് പോന്നതാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ ക്ഷമ പറഞ്ഞ് ഇവരെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് കേട്ടത് രേഷ്മയുടെ മരണവിവരമാണ്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? യുവതി ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച കേസിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് രേഷ്മയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് രാജേന്ദ്രനും ഇയാളുടെ സഹോദരിയും ചേർന്ന് രേഷ്മയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മദ്യത്തിന് അടിമയായ ഭർത്താവ് രാജേന്ദ്രൻ യുവതിയെ മർദ്ദിക്കുന്നത് പതിവാണ്. രേഷ്മ മരിച്ച ദിവസവും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് വിവരം. മരണത്തിൽ സംശയമുണ്ടെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചെങ്കിലും ഭർത്താവിനെതിരെ കേസെടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഭർത്താവ് രാജേന്ദ്രൻ മർദ്ദിക്കുന്നതിനെ കുറിച്ച് പരാതി നൽകിയിട്ടും എഫ്ഐആർ വന്നപ്പോൾ ആ മൊഴി ഇല്ലെന്നും കുടുംബം ആരോപിക്കുന്നു. അതിനുശേഷം കൊടുത്ത പരാതിയിലും നടപടി ഉണ്ടായില്ല. അപ്പൊ ഈ സാർ ഒരാളാണ് ആ മൊഴി മാറ്റി എഴുതിയതല്ലെങ്കിൽ ആര് പറഞ്ഞിട്ട് എന്തിനു വേണ്ടി? അതിന് സത്യാവസ്ഥ നമുക്കറിയണം. എന്റെ കൊച്ചിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അവൻ ചെയ്തതായാലും അവള് സ്വയം ചെയ്തതായാലും ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ വേറെ ആരെടുത്ത് പോയിട്ട് നമുക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല. രേഷ്മയുടെ ഭർത്താവിന്റെ മർദ്ദനത്തെക്കുറിച്ച് വർക്കല പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ പോലും പരിശോധിച്ചില്ല. കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴിയല്ല എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത്. രേഷ്മ ആത്മഹത്യ ചെയ്തുവെന്ന എഫ്ഐആർ കളവാണെന്നും കുടുംബം പറഞ്ഞു. ആരിപ്പള്ളി കൊണ്ട് മോർച്ചറി വെച്ചിട്ട് അവള് വന്ന് പറഞ്ഞു. അത് അവള് എന്റെ അടുത്ത് പറഞ്ഞില്ല. അവളുടെ മോന്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞ് പോയടാന്ന് പറഞ്ഞു കിടന്ന് കരഞ്ഞു. ഞാൻ കരഞ്ഞു. എന്റെ മോക്ക് എന്തടി പറഞ്ഞു. അമ്മച്ചി അവള് ഇന്നത് കണക്കാണ് അവളെ മോർച്ചറി കൊണ്ടുവച്ചിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒന്ന് കാണിക്കുക പോലും ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അവളെ മുഖം ഞാനും അവളും കാണുന്നത്. എനിക്ക് ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മോളെ നല്ലോണം വിളിച്ചിറക്കി കൊണ്ടുപോയി അവ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റേഷനിൽ പോയാൽ പോലീസ് അപമാനിക്കുകയാണെന്നും ഒരു തവണ പോലും പോലീസ് തങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. അതേസമയം അച്ഛൻ അമ്മയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് രേഷ്മയുടെ മകളും പറഞ്ഞു. എന്നും കള്ളം കുടിച്ചിട്ട് വരുമ്പോ അടിക്കും അമ്മേനെ. അന്ന് വീട്ടിൽ വെച്ച് വന്നപ്പം വീട്ടില് ഞാനും ഉണ്ടായിരുന്നു. വീട്ടില് അച്ഛൻ പറഞ്ഞ് അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ് എന്തോന്ന് അവളെ വയറ്റില് പിച്ചാത്തി കുത്തി കേട്ടോന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അന്ന് ഉത്സവമായിരുന്ന
അവിടെ വെച്ച് ആ സൈഡിൽ വെച്ച് അമ്പലത്തിന്റെ ആ സൈഡിൽ വെച്ച് അമ്മേനെ കുറെ അടിച്ചായിരുന്നു അച്ഛൻ. രേഷ്മയെ ഭർത്താവ് രാജേന്ദ്രൻ കൊല്ലുമെന്ന് പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടും ഫോൺ പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പലതവണ രാജേന്ദ്രനെ കുറിച്ചുള്ള പീഡനങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 വർക്കല. സ്വന്തം കൺമുന്നിൽ നിന്ന് മക്കളെ കാണാതായാൽ ഒരമ്മയുടെ മാനസികാവസ്ഥ എന്താകും? പാലക്കാട് കോട്ടത്തറയിലെ ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പം എത്തിയ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അട്ടപ്പാടി മേൽമുള്ളി സ്വദേശിനി സംഗീതയുടെ 4 മാസം പ്രായമായ പെൺകുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്നാൽ പോലീസിന്റെ അതിവേഗത്തിലുള്ള ഇടപെടലിൽ നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞിനെ കണ്ടെത്തി. കുട്ടിയെ തട്ടിയെടുത്ത യുവതിയെയും കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിപ്പോൾ മിടുക്കിയായി സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാലും ഒരു സർക്കാർ ആശുപത്രിയിലുണ്ടായ സംഭവം കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. അട്ടപ്പാടി കോട്ടത്ര ആശുപത്രിയിലെ വാർഡിൽ നിന്ന് ചികിത്സയ്ക്കിടെ ആനക്കല്ലിയൂർ സ്വദേശിനിയായ യുവതിയാണ് കുട്ടിയെ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത്. ആശുപത്രിയിലെത്തിയ അട്ടപ്പാടി മേലേമുള്ളി സ്വദേശിനി സംഗീതയുടെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കാണാതായെന്ന പരാതി ലഭിച്ചത് ഉച്ചയോടെയാണ്. അമ്മയുടെ കണ്ണു വെട്ടിച്ച് ഒരു യുവതി കുഞ്ഞുമായി കടന്നു കളയുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ യുവതിയെയും കുഞ്ഞിനെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള യുവതിയാണ് കുഞ്ഞിനെ തട്ടിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. 3 കുട്ടികൾക്കൊപ്പം വളർത്താനാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെന്നാണ് യുവതിയുടെ വിശദീകരണം. അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുവിന് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു കുട്ടിയുമായി കടന്നു കളഞ്ഞ യുവതി. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾ കാണാമറയത്താണ്. മംഗളൂരു സ്വദേശികളായ 3 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിലുള്ള വെട്ടേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ അടുക്കളപ്പള്ളിയിൽ ആൾമറയില്ലാത്ത കിണറ്റിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിൽ വെട്ടേറ്റതാണ് മരണകാരണമെന്ന് പരിയായിരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷരീഫിനെ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മാനിംകുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കിണറ്റിനരികിൽ ചോര പുരണ്ട തുണികളും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയിരുന്നു.
ചൂതാട്ട സംഘങ്ങളെ കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഒരു പാവപ്പെട്ട നിരപരാധി ഓട്ടോ ഡ്രൈവറെ ഇവിടെ കൊണ്ടുവന്ന് ദാരുണമായി കൊല ചെയ്ത രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ചത്തൂരിൻ്റെ ഉള്ളുപ്രദേശമായ മാലിംഗേശ്വര, അതുപോലെ തന്നെ അടുക്ക, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ഒരുപാട് ഈ ഇസ്ബെട്ട് കളിയുടെ പ്രദേശങ്ങളാണ്. ഇത് ഉള്ളുപ്രദേശമായത് ഇവിടെ ഇസ്ബെട്ട് കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയും രാവിലെ 3 മണിവരെയും 4 മണിവരെയും ഇങ്ങനെ കള്ളും കഞ്ചാവുമായി MDM പോലത്തെ ഒക്കെയും അടിച്ച് ഇവിടെ കളിക്കുകയും അതുപോലെ തന്നെ ദാരുണമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നത്. കൊലയാളികളെ കണ്ടെത്തുന്നതിനായി നിരവധി പേരെയാണ് ചോദ്യം ചെയ്തത്. ബുധനാഴ്ച രാത്രി മംഗളൂരുവിൽ നിന്ന് 3 പേർ മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോയിൽ കയറുന്നത് കണ്ടിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്. മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാകാം കൊലപാതകത്തിന് പിന്നിലെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തൊടുപുഴയിലെ ദൃശ്യം മോഡൽ കൊലപാതകത്തിൽ പോലീസിനേറെ നിർണായകമായത് പ്രതികളുടെ ഫോൺ സംഭാഷണങ്ങളാണ്. ദൃശ്യം 4 നടപ്പാക്കിയെന്ന് മുഖ്യപ്രതി ജോമോൻ പറഞ്ഞതിൻ്റെ ശബ്ദ സന്ദേശത്തിലാണ് ആസൂത്രിതമായ കൊലപാതകമെന്ന് കണ്ടെത്താനായത്. കൊലപാതകത്തെക്കുറിച്ച് ജോമോൻ ആദ്യം ഫോണിൽ വിളിച്ചു പറഞ്ഞത് ബന്ധുവായ എബിനോടായിരുന്നു. ഉപ്പുതറ സ്വദേശി എബിൻ തോമസിന് സംഭവത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതോടെ എബിനെയും ജോമോന്റെ ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് തൊടുപുഴയിൽ മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി ജോമോൻ ജോസഫിന്റെ ബന്ധുവായ എബിൻ തോമസ് ആണ് പിടിയിലായത്. കൊലപാതക വിവരങ്ങൾ എബിന് പൂർണ്ണമായി അറിയാമായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ജോമോന് സാമ്പത്തിക സഹായവും എബിൻ നൽകിയിട്ടുണ്ട്. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്നതും കൊലപ്പെടുത്തിയതും മൃതദേഹം കുഴിച്ചിട്ടതും എബിന് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം ജോമോൻ ഫോണിൽ വിളിച്ച് ദൃശ്യം 4 മോഡൽ നടപ്പാക്കിയെന്ന് പറഞ്ഞതും എബിനോടാണ്. ഇതിന്റെ കോൾ റെക്കോർഡ് പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഓഡിയോ പരിശോധിച്ച പോലീസ് സംസാരിച്ചത് ഇവർ രണ്ടുപേരുമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് എബിനെ പ്രതി ചേർത്തത്. അതേസമയം ജോമോന്റെ ഭാര്യ ഒളിവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇവർക്ക് നോട്ടീസ് നൽകിയത്. ഇവരെ അന്വേഷിച്ച് പോലീസ് വീട്ടിലെത്തിയെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് സംഭവത്തിലെ പങ്ക് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ബിജുവിന്റെ മൃതദേഹം ഇവർ കണ്ടതാണെന്നും കിടപ്പുമുറിയിലെ രക്തക്കറ കഴുകിക്കളഞ്ഞത് ഇവരാണെന്നുമാണ് വിവരം. പോലീസ് അറസ്റ്റ് ചെയ്ത എബിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൊടുപുഴ. സൈബർ തട്ടിപ്പിനെതിരെ എത്ര ബോധവൽക്കരണം നൽകിയാലും മലയാളികൾ പാഠം പഠിക്കില്ല. വൻതുക സാമ്പത്തിക ലാഭം കിട്ടുമെന്ന് പരസ്യം കണ്ടാൽ അതിൽ വീഴുന്നവരുണ്ട്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. എറണാകുളം കിഴക്കമ്പല സ്വദേശിയിൽ നിന്ന് 7.25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത് വ്യാജ ട്രേഡിംഗ് ആപ്പിന്റെ മറവിലാണ്. കേസിൽ പോലീസിന്റെ അന്വേഷണം എത്തിയത് ഗുജറാത്തിലേക്ക്. ഗുജറാത്തിലെ സൂറത്തിൽ ഒരാഴ്ച വേഷം മാറി താമസിച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. സൂറത്ത് സ്വദേശി കീർത്തുഭായ് ഹക്കാനിയെ സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാജ ട്രേഡിംഗ് ആപ്പിന്റെ മറവിൽ കിഴക്കമ്പല സ്വദേശി
സ്വദേശിയുടെ 7,80,000 രൂപയാണ് തട്ടിയെടുത്തത്. പ്രതിയുമായി പരിചയപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻതുക ലാഭം വാഗ്ദാനം ചെയ്തു. പ്രതി അയച്ചുകൊടുത്ത ആപ്പ് വഴിയാണ് സാമ്പത്തിക ഇടപാട് നടന്നത്. ഫെബ്രുവരി 17 മുതൽ മാർച്ച് 7 വരെയുള്ള തീയതികളിൽ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചു. തുടർന്ന് ആപ്പിന്റെ വാലറ്റിൽ കാണപ്പെട്ട ലാഭവിഹിതം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി കമ്മീഷൻ ആവശ്യപ്പെട്ടു. പിന്നീടാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഉടനെ തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഗുജറാത്ത് സൂറത്ത് സ്വദേശിയാണെന്ന് മനസ്സിലാക്കി. പിന്നീട് പ്രതിക്ക് വേണ്ടി അന്വേഷണ സംഘം സൂറത്തിൽ ഒരാഴ്ച വേഷം മാറി താമസിച്ചു. സമ്പന്നർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു പ്രതിയുടെ താമസം. പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് ഒരുപാട് ദൂരം പിന്തുടർന്ന് സാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് നാട്ടിലെത്തിച്ചത്. തട്ടിയെടുത്ത 7,80,000 രൂപയും ഗുജറാത്തിലെ സൂറത്തിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കത്രഗ്രാം ബ്രാഞ്ചിലെ പ്രതിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളതെന്ന് കണ്ടെത്തി. ഇത്തരം സൈബർ തട്ടിപ്പുകളുടെ കെണിയിൽ വീഴാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. രാജ്യത്തെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മയും തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മയുമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടി അലയുന്നവർ ചൂഷണം ചെയ്യപ്പെടുന്നതും നിത്യസംഭവമായിരിക്കുന്നു. ഇങ്ങനെ തട്ടിപ്പിനിരയായ 60 ഇന്ത്യക്കാർ എത്തിപ്പെട്ടത് അയൽ രാജ്യമായ മ്യാൻമറിലാണ്. അതിർത്തി കടന്ന ഉടൻ അവരെ ആയുധധാരികളായ സംഘത്തിന് കൈമാറി. പിന്നീട് ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള സൈബർ തട്ടിപ്പുകൾ നടത്താൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. ഇത്തരത്തിൽ കുടുങ്ങിയവരെയാണ് മഹാരാഷ്ട്ര പോലീസ് രക്ഷപ്പെടുത്തി തിരികെ നാട്ടിലെത്തിച്ചത്. കേസിൽ വിദേശികൾ ഉൾപ്പെടുന്ന 5 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിമാന ടിക്കറ്റ് അടക്കം എടുത്തുകൊടുത്താണ് യുവാക്കളെ സംഘം മ്യാൻമറിലെത്തിച്ചത്. ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തെത്തി സൈബർ തട്ടിപ്പ് നടത്താൻ നിർബന്ധിതരായ 60 ഇന്ത്യക്കാരെയാണ് മ്യാൻമറിൽ നിന്ന് മഹാരാഷ്ട്ര സൈബർ പോലീസ് രക്ഷപ്പെടുത്തിയത്. ഒരു വിദേശി അടക്കം 5 ഇടനിലക്കാരെ അറസ്റ്റ് ചെയ്തു. 3 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് തായ്ലൻഡിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് ആളുകളെ തട്ടിപ്പ് സംഘം വലയിലാക്കിയത്. കെണിയിൽ വീഴുന്നവരെ ഇടനിലക്കാർ പാസ്പോർട്ട് എടുക്കാൻ സഹായിക്കും. വിമാന ടിക്കറ്റുകളും കൊടുക്കും. ജോലി തേടിയെത്തുന്നവരെ ആദ്യം തായ്ലൻഡിലേക്കും പിന്നീട് ബോട്ട് മാർഗം മ്യാൻമറിലേക്കും എത്തിക്കും. മ്യാൻമർ അതിർത്തി കടന്നാലുടൻ ആയുധധാരികളായ സംഘത്തിന് കൈമാറും. പിന്നീട് ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള സൈബർ തട്ടിപ്പുകൾ ചെയ്യാൻ ഇവരെ നിർബന്ധിക്കുന്നതാണ് രീതി. ഭീഷണിപ്പെടുത്തി പരിശീലനം നൽകി തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാക്കും. രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പലരെയും താമസിപ്പിച്ചിരിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ചില ഏജൻസികളുടെ സഹായത്തോടെയാണ് തട്ടിപ്പു സംഘത്തെ സൈബർ പോലീസ് പിടികൂടിയത്. വെബ് സീരീസുകളിലും ടെലിവിഷൻ ഷോകളിലും അഭിനയിക്കുന്ന മാഡി എന്നറിയപ്പെടുന്ന മനീഷ് ഗ്രേ, ആദിത്യ രവിചന്ദ്രൻ എന്നറിയപ്പെടുന്ന ടൈസൺ, രൂപ് നാരായൺ ഗുപ്ത, ജെൻസി റാണി, ചൈനീസ് വംശജനായ കസാക്കിസ്ഥാൻ പൗരൻ തളനിധി നുലാസ്കി എന്നിവരാണ് അറസ്റ്റിലായത്. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘത്തിന് ഇന്ത്യയിൽ രൂപം കൊടുക്കുകയായിരുന്നു തളനിധിയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 മഹാരാഷ്ട്ര.
കൊല്ലത്ത് ആളുമാറി ഒരു കുടുംബത്തിനു നേരെ ആക്രമണമുണ്ടായ കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. BSNL ജീവനക്കാരിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ പ്രതികൾ പോലീസിൽ കീഴടങ്ങി. ഇതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 7-നാണ് 5-അംഗ കുടുംബത്തിനു നേരെ ആക്രമണമുണ്ടായത്. മറ്റൊരാളെ ലക്ഷ്യമിട്ടെത്തിയ സംഘമാണ് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. നെടുമ്പന വലിയവിളയിൽ മരണവീട്ടിൽ പോയി വരും വഴി കളയ്ക്കൽ ഭാഗത്ത് വെച്ചായിരുന്നു കുടുംബത്തിന് നേരെ ആക്രമണം. 3 ബൈക്കുകളിലായി എത്തിയ ധന്യയും ഭർത്താവും 2 സഹോദരങ്ങളും സഹോദരന്റെ ഭാര്യയുമാണ് ആക്രമണത്തിനിരയായത്. ആദ്യം ഇളയ സഹോദരൻ അതുലിനെ മർദ്ദിച്ചു. തടയാനെത്തിയ മറ്റുള്ളവരെ ആയുധങ്ങളടക്കം ഉപയോഗിച്ച് ആക്രമിച്ചു. നായയെ അഴിച്ചുവിട്ട് കടുപ്പിക്കാനും ശ്രമിച്ചതായും FIR-ൽ പറയുന്നു. വലിയ വിളയിലുള്ള വിശാഖ് എന്നയാളെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് കുടുംബത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വലിയ വിള സ്വദേശികളോടുള്ള വൈരാഗ്യം കാരണമായിരുന്നു ആക്രമണം. ആക്രമികൾ ലഹരിയിലായിരുന്നുവെന്നും പരാതിക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരാളോടുള്ള വൈരാഗ്യത്തിൽ ആളുമാറിയുണ്ടായ ആക്രമണമെന്നാണ് വിവരം. ഞാൻ വണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്കറിയാം. അങ്ങനെ ഇമാര് ആ റോഡ് നടക്കി ഇവരന്നേരം കുറച്ച് മുമ്പോട്ട് പോയി. അന്നേരം ഇവന്മാർ റോഡ് നടക്കിയതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് എന്തുവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവന്മാർ ഷർട്ടിൻ്റെ വട്ടത്തെല്ലാം പിടിച്ച് ഒട്ടിച്ചു. ഇവന്മാർ എന്നെ പിടിച്ച് ഇവന്മാരെ വീട്ടിൽ കയറ്റാൻ നോക്കി. ഇവന്മാർ വീട് അടിച്ചൊട്ടിക്കാൻ നോക്കി. അത് ഞാൻ കയറാതായപ്പോഴാണ് അടിയായത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടിയിരുന്നില്ല. തുടർന്ന് പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കണ്ണനല്ലൂർ സ്വദേശികളായ മനീഷ്, മജേഷ്, ഹരിലാൽ, ആദർശ്, അക്ഷയ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇവർ കുടുംബത്തെ ആക്രമിച്ചത്. പ്രതികളെ സ്റ്റേഷനിലെത്തിച്ചത് പ്രാദേശിക CPM നേതാവാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ കേസെടുത്തിട്ടും എന്തുകൊണ്ടാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്? കേസ് ഒത്തുതീർപ്പാക്കാനോ അട്ടിമറിക്കാനോ ശ്രമം നടക്കുന്നുണ്ടോ? അഭിഭാഷകരെയും വിദ്യാർത്ഥികളെയും പ്രതികളാക്കി 4 FIR-കളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. നിയമവിരുദ്ധ സംഘം ചേരൽ, കലാപശ്രമം, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. അഭിഭാഷകരും വിദ്യാർത്ഥികളും നൽകിയ വിവിധ പരാതികളിൽ ആണ് 4 കേസുകൾ എടുത്തിട്ടുള്ളത്. കോളേജ് വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകരുടെ പേരിലും അഭിഭാഷകരുടെ പരാതിയിൽ 10 വിദ്യാർത്ഥികളുടെ പേരിലും കേസുണ്ട്. പോലീസിന് നേരെ ആക്രമണം നടത്തിയതിന് കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെയും കേസെടുത്തു. ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കോളേജിലേക്ക് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതായി കാട്ടി കോളേജ് പ്രിൻസിപ്പൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ. നിയമവിരുദ്ധ സംഘം ചേരൽ, ആയുധങ്ങളുമായി കലാപശ്രമം, അതിക്രമിച്ചു കടക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നുമാണ് അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കിയത്. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലപാടിൽ ആണ് SFI. ന്യൂസ് 18 കൊച്ചി. പനിക്കും വയറുവേദനയ്ക്കും ആലപ്പുഴ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതാണ് 9 വയസ്സുകാരിയായ പെൺകുട്ടി.
രാവിലെ കുത്തിവെപ്പെടുത്തതോടെ ഉറക്കത്തിലായ കുട്ടി പിന്നീട് കണ്ണു തുറന്നിട്ടില്ല. ചക്കാലത്തറയിൽ ശരണ്യ അജിത് ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്നാണ് പരാതി. പെൺകുട്ടി മരിച്ചതറിഞ്ഞതോടെ ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നു. അക്രമാസക്തരായ ജനങ്ങൾ ആശുപത്രിയിലെ ജനൽ ചില്ലുകൾ തല്ലി തകർത്തു. കുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പത്താം തീയതി വയറുവേദനയും പനിയുമായാണ് ആദിലക്ഷ്മിയെ എബ്നേസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ കുട്ടിക്ക് രോഗം ഗുരുതരമായി. ശരീരം തണുത്ത് അനക്കമില്ലാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട രക്ഷകർത്താക്കൾ നഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഐസിയുവിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് മരണം സ്ഥിരീകരിച്ചു. ഒരു പനി വന്ന് പനിയെ തുടർന്ന് വയറ്റിൽ വേദനയായി. വേദന വന്ന് ഇവിടെ കൊണ്ടുപോയി ഇന്ന് 4 ദിവസമായിരുന്നു. ഈ 4 ദിവസം കൊണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ എന്നിട്ടും ചോദിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ടുപോവാ, വേറെ മാറി കൊണ്ടുപോവാ. ഇവര് സമ്മതിക്കുന്നില്ല, ഒരു കാണുന്നത് സമ്മതിക്കാറുണ്ട്. ഇന്നലെയും ചോദിച്ചു, അപ്പൊ പറയുമ്പോ എല്ലാം ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത്. ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നുണ്ടെങ്കിലും എന്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥത കുട്ടി പ്രകടിപ്പിച്ചിരുന്നു. വിദഗ്ധ ചികിത്സക്കായി മാറ്റാൻ അനുമതി ചോദിച്ചിട്ടും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് രക്ഷകർത്താക്കൾ ആശുപത്രി ഉപരോധിച്ചു. കായംകുളം LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ആദിലക്ഷ്മി. ന്യൂസ് 18 ആലപ്പുഴ. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് കാരണം തൊടുപുഴ സ്വദേശിയായ യുവാവ് വേദനയോടെ കഴിഞ്ഞത് 2 ആഴ്ചയാണ്. യുവാവിൻ്റെ കാലിലുണ്ടായ മുറിവിനുള്ളിൽ ലോഹക്കഷ്ണം കണ്ടെത്തിയ സംഭവം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ വീഴ്ചയെന്നാണ് പരാതി. മുറിവിൽ പഴുപ്പ് ബാധിച്ച് മുറിവ് ഗുരുതരമാവുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ തൊടുപുഴ സ്വദേശി മുഹമ്മദ് ഹാജ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. തൊടുപുഴ ഇടവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജയാണ് തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി ദുരിതത്തിലായത്. മാർച്ച് 29-ന് ജോലിസ്ഥലത്ത് വെച്ച് മുഹമ്മദ് ഹാജിയുടെ കാലിൽ ഗ്രൈൻഡർ തട്ടി മുറിവുണ്ടായി. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. മുറിവിൽ തുന്നലിട്ട ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആശുപത്രിയിൽ വന്ന് മുറിവിൽ മരുന്നുവെച്ച് ഡ്രസ് ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ പലതവണ എത്തിയിട്ടും പഴുപ്പ് കുറയാത്തതിനാൽ ഹാജ വീണ്ടും ഡോക്ടറെ കണ്ടുവെങ്കിലും ഫലമുണ്ടായില്ല. ആശുപത്രിയിൽ നിന്നും നൽകിയ ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടും പഴുപ്പും വേദനയും കുറയാതെ വന്നതോടെ ഇടവെട്ടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കണ്ടതോടെയാണ് കാലിലെ മുറിവിനുള്ളിൽ അപകടത്തിന് ഇടയാക്കിയ ഗ്രൈൻഡറിന്റെ ലോഹക്കഷ്ണം തറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത്. ഇവിടെ വെച്ച് ഇത് നീക്കം ചെയ്തതോടെയാണ് വേദന ശമിച്ചതെന്ന് ഹാജ പറയുന്നു. അന്ന് കാലിൽ ഗ്രൈൻഡറിൻ്റെ പീസ് കൊണ്ട് കയറിയായിരുന്നു. ഞാനന്ന് ജില്ലാ ആശുപത്രിയിൽ സമീപിക്കുകയും അതിൻ്റെ ചികിത്സ ഇടുകയും ചെയ്തു. അന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി 5 സ്റ്റിച്ചോളം കാലിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ വന്നു. പിന്നെ കാലിൽ വേദന കുറവില്ലായിരുന്നു, പഴുപ്പുണ്ടായിരുന്നു നല്ലപോലെ. 1-2 ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് സമീപിച്ച് എല്ലാ 1-2 ഡ്രസ് ചെയ്യാൻ എത്തുകയും കാലിൽ വേദന കുറയാത്തതുകൊണ്ട് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സർജനെ കാണാൻ നിർദ്ദേശിച്ചു. 2 തവണ ഞാൻ സർജനെ കണ്ടായിരുന്നു. എന്നിട്ടും കാലിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ ഡോക്ടർ ക്ലീൻ ചെയ്യാൻ അടക്കി അതിൻ്റെ അകത്തൊരു മെറ്റലിൻ്റെ പീസ് കണ്ടെത്തുകയാണ് ഉണ്ടായത്. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെതിരെ ചികിത്സിച്ച ഡോക്ടർക്കും സർജനും ഡ്രസ്സിംഗ് നടത്തിയ നഴ്സുമാർക്കും എതിരെ ആശുപത്രി സൂപ്രണ്ടിന് ഹാജ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ഹാജയുടെ ആവശ്യം.
ന്യൂസ് 18 ഇടുക്കി. എവിടെ വേണമെങ്കിലും ഒപ്പിട്ടോ, ഞാൻ മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞ് ബന്ധമൊഴിയുന്നു. ഭാര്യയ്ക്കൊപ്പം 11 മാസം പ്രായമുള്ള കുഞ്ഞിനെയുമാണ് മലപ്പുറം വേങ്ങര സ്വദേശിയായ യുവാവ് തലാക്ക് ചൊല്ലി ഒഴിവാക്കിയത്. യുവതിയെ ഫോണിലൂടെ മുത്തലാക്ക് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഭർത്താവ് വീരാൻകുട്ടിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വേങ്ങര സ്വദേശിനിയായ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവായ കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് മലപ്പുറം വനിതാ സെൽ കേസെടുത്തത്. സംഭവത്തിൽ യുവതി മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭർത്താവ് ഫോണിലൂടെ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയതായാണ് യുവതിയുടെ പരാതി. തന്റെ പിതാവിനെ ഫോണിൽ വിളിച്ച് അധിക്ഷേപവാക്കുകൾ പറഞ്ഞ് അപമാനിച്ച ശേഷം മുത്തലാഖ് ചൊല്ലിയതായി പറഞ്ഞുവെന്നാണ് യുവതി മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷൻ നൽകിയ മൊഴി. ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10:30 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനെ കുറെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ വഴക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2023 യുവതിയും വീരാൻകുട്ടിയുമായി വിവാഹം നടന്നത്. 40 ദിവസം മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത്. ഇതിനു പിന്നാലെ ഗർഭിണിയായ യുവതി സ്വന്തം വീട്ടിലെത്തി. എന്നാൽ അന്നു മുതൽ ഭർത്താവ് വീരാൻകുട്ടി തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കുഞ്ഞുണ്ടായിട്ടും ഒരു വിവരവും അന്വേഷിച്ചിട്ടില്ലെന്നുമാണ് യുവതിയുടെ പരാതിയിലുള്ളത്. ഇവർക്ക് 11 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ്. ഭർത്താവിന്റെ വീട്ടുകാരുമായുള്ള അസ്വാരസ്യത്തെ തുടർന്ന് കുറച്ചുകാലമായി പെൺകുട്ടി ഊരകത്തെ കുടുംബ വീട്ടിലാണ് താമസം. ഇതിനിടെയാണ് ജനുവരി 10 തിരിച്ചറിയാത്ത നമ്പറിൽ നിന്നും യുവതിയുടെ പിതാവിനെ വീരാൻകുട്ടി വിളിക്കുന്നത്. ഫോൺ എടുത്തയുടനെ പിതാവിനോട് മോശമായി സംസാരിച്ചു. തുടർന്ന് വാക്കുതർക്കമുണ്ടായി. സംസാരത്തിനൊടുവിലാണ് വീരാൻകുട്ടി യുവതിയുടെ പിതാവിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് മകളെ മൂന്നും ചൊല്ലിയിട്ടുണ്ടെന്ന് പറയുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദമായ അന്വേഷണത്തിനായി യുവതിയുടെ പിതാവിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയ്ക്ക് കേരളത്തിൽ എന്താണ് ബന്ധം? ഇയാൾ 2008 കൊച്ചിയിലെത്തിയത് എന്തിനാണ്? റാണയുടെ കേരള ബന്ധം തേടി NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ പല നഗരങ്ങളിലും ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്നാണ് സൂചന. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊച്ചിയിലും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നും സൂചനയുണ്ട്. തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇയാളുടെ കേരള ബന്ധം NIA അന്വേഷിക്കുന്നത്. 2008 കൊച്ചിയിലെത്തിയ റാണയെ സഹായിച്ചവർ ആരൊക്കെയെന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിലെത്തിയതെന്ന് റാണ പറഞ്ഞതായി സൂചന. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. 2005 മുതൽ മുംബൈയിൽ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ റാണയടക്കം പ്രതികൾ തുടങ്ങിയെന്നാണ് NIA നൽകുന്ന വിവരം. അതിനിടെ 2008 റാണ കൊച്ചിയിലെത്തിയത്. 2008 ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സംശയമുണ്ട്. റാണ എത്തിയത് ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനെന്നാണ് NIAക്ക് കിട്ടിയ വിവരം. 17 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. കൊച്ചിയിലും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെ റാണയെയും ഹെറ്റ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തു. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെറ്റ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത്. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ദില്ലിയിൽ എത്തിച്ചു. അതേസമയം FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ NIAക്ക് കൈമാറി.
ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന ഒട്ടേറെ മുറുക്കാൻ കടകളുണ്ട്. നിരോധിത പാൻ മസാലകൾ ഉൾപ്പെടെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെ വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓങ്ങല്ലൂർ പോക്കുംപടിയിലാണ് 1.5 കിലോ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി രഘുനന്ദൻ പിടിയിലായത്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിന്റെ താമസ സ്ഥലത്ത് നിന്ന് 1.5 കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി. സംഭവത്തിൽ UP സ്വദേശി 24 വയസ്സുകാരൻ രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ രഘുനന്ദൻ ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കച്ചവടം നടത്തുകയാണ്. ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടവും. ആഴ്ചകൾക്ക് മുമ്പും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, അനൂപ് രാജ്, നന്ദു, വിജയ്, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവരും നാട്ടുകാരും ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് മുതുതലയിൽ വയോധികനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചൊഴിയമ്പറമ്പ് ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവൂ. അടിമാലിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിൽ. മൂലമറ്റം സ്വദേശി ജിബിൻ ബിജുവിനെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ്. 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് ദിവസങ്ങൾക്ക് മുൻപ് കോട്ടപ്പാറയിൽ വെച്ച് മർദ്ദനമേറ്റത്. വാരാപ്പുഴയിൽ കടയിൽ കയറി യുവാവിനെ ആക്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. കൊടുവള്ളി സ്വദേശികളായ അഭിരാം, അഭിജിത്ത് എന്നിവരെയാണ് വരാപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുന്ന സമയം പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന എറണാകുളം ആലങ്ങാട് സ്വദേശിനിയായ പെൺകുട്ടി പഠനത്തിൽ നിന്നും പിന്നോട്ട് പോയത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടേയില്ല. എന്നാൽ പരീക്ഷയ്ക്കിടെ അവൾക്കെന്തോ ശാരീരികമായ അസ്വസ്ഥതയുണ്ടായി. അപ്പോഴാണ് അധ്യാപകർക്ക് ചില സംശയങ്ങൾ തോന്നിയത്. കുട്ടിയെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചപ്പോൾ 10ാം ക്ലാസ്സുകാരി ഗർഭിണി. പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തി. പെൺകുട്ടിയുടെ കാമുകനായ കരുമാലൂർ സ്വദേശി മുഹമ്മദ് യാസിൻ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ആലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മക്കളുടെ സൗഹൃദത്തെക്കുറിച്ച് മാതാപിതാക്കൾ അറിയാതെ പോകുമ്പോഴാണ് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ കുട്ടികൾ വീഴുന്നത്. മക്കളെ സ്നേഹത്തോടെയും കരുതലോടെയും ചേർത്തു നിർത്തി അവരെ കേൾക്കാനുള്ള മനോഭാവമെങ്കിലും അച്ഛനമ്മമാർ കാണിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.